വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചധികം ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് നാട്ടിലൊന്ന് വന്നായിരുന്നു, ഒരാഴ്ചയില്ലായിരുന്നു, ഒരു 5 ദിവസം. അപ്പോൾ നാട്ടിൽ വന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അനിയത്തിക്കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ 2 കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് ഓടിയൊന്ന് വന്നത്. അങ്ങനെ കല്യാണങ്ങളെല്ലാം കൂടി, അതുപോലെ തന്നെ ഒരുപാട് പേരെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പറ്റി. അത് നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം ചൂട് കുറച്ച് കുറഞ്ഞാണ്, കാരണം മഴയാണെന്ന് കേട്ട് എല്ലായിടത്തും. പക്ഷെങ്കിൽ നല്ല ചൂടിൻ്റെ സമയമായിരുന്നു. അങ്ങനെ നമ്മൾ നാട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർ എത്തി. നമ്മുടെ പഴയ റുട്ടീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് ഓർക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിങ്ങും അൺപാക്കിങ്ങും ഇത് ഓർക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും തിരിച്ച് വന്ന് നമ്മളൊന്ന് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓർഡർ എടുത്ത ഒരു ദിവസമാണ്, നമ്മുടെ ഫുഡിൻ്റെ ഓർഡർ എടുത്ത ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ സവോളയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഇതിപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർഡർ അപ്പവും ചിക്കൻ സ്റ്റൂ മഷ്റൂം കറിയാണ്. അപ്പം ചിക്കൻ സ്റ്റൂ ആണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് വഴറ്റുകയാണ്. അപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ അടുത്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ മഷ്റൂം കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മഷ്റൂം കറിയുടെ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കോമ്പിനേഷനാണ്. ചോറിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ സ്റ്റൂവും അപ്പവും മഷ്റൂം കറിയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ അപ്പത്തിൻ്റെ ഓർഡർ എടുത്ത് ചെയ്ത സമയത്ത് വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവരും അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാട്ടോ ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം അത് കുറച്ച് ഞാൻ മാവൊക്കെ എടുത്ത് മാവ് കുറുക്കിയതിന് ശേഷമൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ചോറ് അരച്ചിട്ടൊക്കെ കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതാ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയായിട്ട് മിക്സ് ചെയ്യണം. ഒന്നുമില്ല, ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഷ്റൂം കറിക്ക് വേണ്ടിയിട്ട് ഇതാ എല്ലാം പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിന്നറായിട്ടാണ് നമ്മളിന്ന് ഇത് സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഞാനൊരു 3:30-4 മണിയോട് കൂടി തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അതിന് മുന്നേ തന്നെ ഞാൻ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് അടുപ്പിച്ച് വെക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അരിയാനും അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുക. കുക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അരിഞ്ഞും എടുത്തുമൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാലാണെങ്കിൽ ഇച്ചിരി നേരത്തെ എടുത്ത് വെച്ചു. അതുപോലെ തന്നെ സവോളയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് എല്ലാം ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ. മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഓർഡർ എടുത്ത് ചെയ്തു തുടങ്ങും. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ജോലികളും തീർന്നോളും, മടിയായിട്ടിരിക്കില്ല. അതേസമയം നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമുണ്ട് പിന്നെ ആട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലികളും അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂവിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന കൂണ് കറിക്കും നമ്മൾ തേങ്ങാപ്പാൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ ചേർക്കും. കാരണം നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ റിച്ച് ആകാനും തിക്കാവാനും ടേസ്റ്റ് കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത്. അങ്ങനെ ഇതാ മഷ്റൂം കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ സ്റ്റൂവിൻ്റെയും മഷ്റൂം കറിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് രണ്ടും കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതേസമയം ഞാൻ രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കുകയാണെങ്കിൽ പിന്നെയും സമയം ഒത്തിരി എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ കുക്ക് ചെയ്യാൻ തുടങ്ങേണ്ടതായിട്ടും വരും. കാരണം ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം എടുക്കും. അത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഓരോന്നും അടുപ്പിച്ച് അന്നേരം കാണിച്ച് പോകണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് സമയം പോകും. അപ്പോൾ ഇത് കാണിക്കുന്നില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അങ്ങനെ ഇതാ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു മഷ്റൂം കറി. അപ്പം നമുക്ക് വെജിറ്റബിൾ കറി എപ്പോഴും ഓർഡർ കുറവാണ് കേട്ടോ കിട്ടാറ്. നോൺ വെജ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം വെജിറ്റബിൾ കറി നമുക്ക് 2-3 പേർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ബാക്കിയൊക്കെ ചിക്കൻ സ്റ്റൂവിനാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ചിക്കൻ സ്റ്റൂവിലേക്ക് ലാസ്റ്റ് 1-ാം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസി വേണം, കാരണം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കാകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കിയപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ്. എന്നിട്ട് ഇതൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ അത് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റൂ. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ച് ചായക്ക് വേണ്ടിയിട്ട് പാല് തിളയ്ക്കാനായിട്ട് വെച്ചപ്പോൾ പാത്തു പറഞ്ഞു പാത്തുവിന് പാലായിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കഴിക്കാൻ മതിയെന്ന്. പിന്നെ പാത്തുവിന് വേണ്ടിയിട്ട് ഇതാ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കുള്ളത് ഞാൻ പാൽ കാപ്പിയായിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ പാത്തു ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്ന് വരയ്ക്കുകയോ എഴുതുവോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുമോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാർട്ടൂൺ കാണുന്നൊക്കെ മടുക്കുമ്പോൾ പറയും അമ്മ ഡാൻസ് കളിക്കാൻ പാട്ട് വെച്ചതായോ അല്ലെങ്കിൽ ഇത് തായോ. പിന്നെ അവൾ പടം വരയ്ക്കുന്നത് യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അത് ചെയ്യുന്നത് പോലെയൊക്കെ പടം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ് അവളുടെ സമയം കളയുന്നത്. അപ്പോൾ ഞാൻ കോൺഫ്ലെക്സും ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അവൾക്ക് ഡാൻഡിയ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ച് കൊടുത്തു. അപ്പോൾ അത് നോക്കി അവൾ തന്നെ അവരിടുന്ന സ്റ്റെപ്പൊക്കെ നോക്കി പഠിക്കുകയാണ് കേട്ടോ. ഈയിടെയായിട്ട് ഡാൻസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കി കളിച്ച് പഠിക്കാനായിട്ടും വലിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാനും വിചാരിക്കും വലിയ കുഴപ്പമില്ലല്ലോ, അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ ഡാൻസ് വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കും, പടം വരയ്ക്കുന്നതാണെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കും. അതൊക്കെ നോക്കി അവളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ കോൺഫ്ലെക്സ് ഒക്കെ വെച്ച് കൊടുത്തത് അവിടെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് വിളക്ക് കത്തിക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞാനും പാത്തും കൂടെ കുറച്ച് സമയം ഇരുന്ന് നാമം ജപിക്കും. അങ്ങനെ നാമം ജപിക്കുന്ന ടൈമിൽ ടി വിയിൽ നമ്മൾ ഡിവോഷണൽ സോങ്സ് എന്തെങ്കിലുമാണ് കേട്ടോ പ്ലേ ചെയ്യാറ്. അപ്പോൾ ഇപ്പം ഞാൻ അയ്യപ്പൻ്റെ സോങ്ങാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ നാമമൊക്കെ ജപിച്ചതിന് ശേഷം അപ്പോൾ അതൊക്കെ ഞാൻ അടുക്കളയിലേക്ക് വന്ന കേട്ടോ. ഇനിയിപ്പോൾ അപ്പം ചൂടാനായിട്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ അപ്പം ചൂടാനായിട്ട് നേരത്തെ തുടങ്ങിയാലേ ആ സമയമാകുമ്പോഴത്തേക്കും തീരത്തുള്ളൂ. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് അപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെയാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ടത് പൊങ്ങി പുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് ഞാൻ അരച്ചതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ അരി. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് അരി എടുക്കുന്നതിൻ്റെ അളവിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയിൽ കൊടുക്കേണ്ടതുകൊണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. കുറഞ്ഞ ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ കുതിർക്കാനായിട്ട് ഇടാനായിട്ട് മറന്നു പോരുത്. ഇതിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചരി ഞാൻ രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ രാവിലെ ഞാനിത് അരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പച്ചരി കഴുകിയ വെള്ളമൊക്കെ ഞാൻ മാറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങയും ചോറും ഒക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ 1/2 കപ്പ് നമ്മുടെ ചോറുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കുത്തരിച്ചോറാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് റൈസ് കുക്ക് ചെയ്തതുണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഏതെടുത്താലും നമ്മൾ 1 കപ്പ് എടുക്കുമല്ലോ അരി ഇളക്കാനായിട്ട്, അതേ കപ്പിന് തന്നെ ബാക്കിയുള്ള എല്ലാ അളവും എടുക്കണം. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പച്ചരി കുതിർത്തതും ചോറും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഈസ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ തണുപ്പുള്ളിടത്താണെങ്കിൽ കുറച്ച് ഈസ്റ്റ് കൂടുതൽ വേണം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഈസ്റ്റ് കുറച്ച് മതിയാകും. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് സാധാ വെള്ളം ചേർത്തിട്ടാണെങ്കിൽ ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളത്തിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ തേങ്ങാ വെള്ളം ഉപയോഗിച്ച് തന്നെ ഞാൻ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് വരണം കേട്ടോ. വെള്ളം ഒരുപാടായി പോകരുത്. നമ്മൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല, അതിലും കുറച്ചും കൂടെ ലൂസാകണം. പക്ഷേ ഒരുപാട് ലൂസായാലും നമ്മുടെ അപ്പം ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മാവെല്ലാം ഞാനിത് അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മളൊരു 6 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാവ് പൊങ്ങിക്കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു 8 ഗ്ലാസ്സോളം അരി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെരുവത്തിൽ അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും 2 പാത്രങ്ങളിലാക്കി വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ അപ്പത്തിന് അരയ്ക്കുന്നത്. ലാസ്റ്റ് എടുക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക്
ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 കപ്പ് അരി വെച്ചിട്ട് അരയ്ക്കുന്നതിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുളിച്ചു പൊങ്ങിയ മാവ് അപ്പോൾ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അപ്പച്ചട്ടി എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. പഴയൊരു അപ്പച്ചട്ടിയുണ്ട്, പുതിയ ഒരെണ്ണമുണ്ട്. പക്ഷേ ആ പഴയ അപ്പച്ചട്ടി ഇടയ്ക്കൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് എനിക്ക് അത്ര എളുപ്പത്തിൽ അത് എടുക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷേ കുറച്ച് അധികം ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ 2 അപ്പച്ചട്ടിയും വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിന്ന് 60ഓളം അപ്പം ഉണ്ടാക്കണം കേട്ടോ, കൊടുക്കാനായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണത്തിലും കൂടെ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടില്ലേ, അങ്ങനെ അപ്പം ചുട്ട് ഞാനിതാ ഫോയിൽ പേപ്പറിലേക്ക് കൊണ്ടുവന്ന് നിരത്തി വെക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം ചുട്ട് വെക്കുവാണെങ്കിൽ ദിനു വരുമ്പോഴത്തേക്കും ദിനുവിന് എളുപ്പത്തിൽ പാക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ 2 അപ്പച്ചട്ടിയും സ്റ്റൗവൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് 2 അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് 2 എണ്ണത്തിലും മാറി ചുടുമ്പോഴത്തേക്കും അപ്പം കരിഞ്ഞു പോകാതെ ഉണങ്ങി പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഫ്ലെയിം കുറച്ചും കൂട്ടിയും വെക്കുന്നതിലാട്ടോ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പത്തിൻ്റെ മാവ് എളുപ്പത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുവത്തിലേക്ക് ആക്കി അങ്ങനെയാണ് തിരുമ്പ് ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിത് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ 2 ചട്ടിയിലും കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ചട്ടിയിൽ ഇളക്കിയെടുക്കാൻ ഇത്തിരി പാടാന്നേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇതാ 2 അപ്പച്ചട്ടിയിലും അപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം ഞാൻ ഇത്രയും അപ്പം ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ദിനു വന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങിയാലേ ബാക്കി ചുട്ട് വെക്കാനായിട്ട് സ്പേസ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്പം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദിനു വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ ദിനു വന്ന് പാക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പം ഇങ്ങനെ നമ്മൾ ഫോയിൽ പേപ്പറിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദിനു വന്ന് പാക്കിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബാക്കി അപ്പം കൂടെ സൈഡിൽ കൂടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു ആണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവൾ നല്ല കളിയാണ്. അപ്പോൾ ദിനു പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അപ്പം വെക്കാനായിട്ടൊക്കെ സ്ഥലമായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ സ്റ്റൂ സെറ്റായതൊക്കെ ദിനു ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും എത്ര ചിക്കൻ സ്റ്റൂ ആണെന്നൊക്കെ വെച്ച് നമ്മൾ നോക്കി എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മഷ്റൂം കറി ആണെങ്കിലും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് കഴിയുമ്പോഴാണ് കറിയൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് ആ ഒരു ടേസ്റ്റിലേക്ക് വരിക. അപ്പോൾ അതാ മഷ്റൂം കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ദിനു കൊടുത്തു കേട്ടോ. ആ സമയത്ത് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ധൃതിയായിപ്പോയി. അങ്ങനെ ദിനു എല്ലാം കൊടുക്കാൻ പോയ സമയത്ത് പാത്തു അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഇരുന്ന് അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കുന്നുണ്ട്. അവളുടെ ഫേവറേറ്റ് കോംബോയും കൂടിയാണ് കേട്ടോ ഈ ഒരു അപ്പവും ചിക്കൻ സ്റ്റൂവും. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചധികം പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി മാറ്റുകയാണ് കേട്ടോ. പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി മാറ്റി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അപ്പം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാനൊന്ന് കഴുകി വെക്കുകയാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡും കൂടെ കഴിച്ചിട്ട് പിന്നെ കിടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനായിട്ട് മടിയില്ലാതെ മുന്നോട്ട് ഇറങ്ങുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് തുടങ്ങുക കേട്ടോ. പിന്നെ നമ്മൾ എല്ലാത്തിനോടും ഒരു നീതി പുലർത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ 10 രൂപയാണെങ്കിൽ പോലും അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ വിലയും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മടി കൂടാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുക. അതിപ്പോൾ ഇത് ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് മുന്നോട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ അതാ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.